ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. അതായത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗ്രേപ്സ് ജെല്ലി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവർക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു ചെറിയ ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്രേപ്സ് ജെല്ലി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്രേപ്സ് ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. കുരുള്ള മുന്തിരി ആയാലും കുരു ഇല്ലാത്ത മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അടുത്തതായിട്ട് വേണ്ടത് ജലാറ്റിനാണ്. ഇതിൽ നിന്നും ഒരു 3 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഈ പാക്കറ്റിന് ഏകദേശം ഒരു 72 രൂപ വരും. അതൊരു 3-4 പ്രാവശ്യം ഉണ്ടാക്കാനായിട്ട് അത് ഉണ്ടാവും. അടുത്തതായിട്ട് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു കുക്കർ എടുക്കുക. അതിലോട്ട് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത്. ആ 1.5 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇതൊന്ന് വേവിച്ചെടുക്കുക. മുന്തിരി വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ജലാറ്റിൻ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ജലാറ്റിനാണ് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഇവിടെ ഒരു 3/4 ഗ്ലാസ് വെള്ളം ഈ ജലാറ്റിനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കുക്കറിലുള്ള മുന്തിരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഇതിൻ്റെ നീര് ഫുള്ളായിട്ട് എടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫുള്ള് നീര് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മുന്തിരിയുടെ ഫുള്ള് ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ മെഷറിംഗ് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലാസ്സിൽ 1 ഗ്ലാസ് എടുത്താലും മതി. മധുരം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ജലാറ്റിൻ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജലാറ്റിൻ ഇതുപോലുള്ള ഒരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് ഇട്ടിട്ട് താഴെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അടിയിൽ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ജലാറ്റിൻ മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ താഴെ നിന്നുള്ള വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് ജലാറ്റിൻ മെൽറ്റാവും. അങ്ങനെ പതുക്കെ പതുക്കെ ഇളക്കിയിട്ട് ജലാറ്റിൻ ഫുള്ള് നന്നായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ജലാറ്റിൻ ഒട്ടും തരിയില്ലാതെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജലാറ്റിനെ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഗ്രേപ്സിൻ്റെ ജ്യൂസിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. താഴെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജലാറ്റിനോ അല്ലെങ്കിൽ പഞ്ചസാരയോ എന്തെങ്കിലും ഇതിൽ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് ഈ ഗ്രേപ്പ് ജ്യൂസിനോട് കൂടി മിക്സ് ആവണം. ഇതിലൊട്ടും തരി പാടില്ല. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് ചൂടായിട്ട് ഫുള്ളൊന്ന് യോജിച്ച് വരണം, അത്രമാത്രം. ഇപ്പോൾ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്ക് ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഇതുപോലുള്ള 2 ഗ്ലാസിൻ്റെ ബൗളിൽ ഞാൻ നമ്മുടെ ഈ ജെല്ലിയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മതിയാവും ഫ്രീസറിലാണെങ്കിൽ സെറ്റ് ആവാനായിട്ട്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് നേരം
ഫ്രീസറിൽ വെക്കരുത്. താഴെയാണെങ്കിൽ എത്ര സമയം വെച്ചാലും പ്രശ്നമില്ല. പക്ഷേ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫ്രീസറിൽ ഒരുപാട് മണിക്കൂറുകൾ വെക്കുകയാണെങ്കിൽ അതിൽ ഐസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ജെല്ലി നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതൊക്കെ താഴെയാണ്, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലാണ്. മുകളിൽ പെട്ടെന്ന് സെറ്റാവാൻ വേണ്ടി നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. 2 മണിക്കൂർ കഴിയുമ്പോൾ അത് പുറത്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ നമ്മുടെ ജെല്ലി നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ വെച്ചാണ് ഇത് സെറ്റാക്കി എടുത്തത്. താഴെ വയ്ക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കും ഇതൊന്ന് സെറ്റായി വരാൻ. ഇനി നമുക്ക് ഈ ജെല്ലി ഈ ഗ്ലാസ് ബൗളിൽ നിന്നൊന്ന് പുറത്തെടുക്കണം. ഇതുപോലെയുള്ള ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ നമ്മുടെ ജെല്ലിയുടെ പുറത്തെടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ ബൗളിലെ ജെല്ലിയും ഞാനത് നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക്